നമ്മളിന്ന് ചേമ്പ് കൊണ്ട് മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ്. നല്ല നാടൻ രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് ഉപയോഗിച്ചിട്ട് ആണ് മോര് കറി ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഈ ചേമ്പിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് തൊലി പണ്ട് ചേമ്പ് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചേമ്പിങ്ങനെ മുങ്ങിപ്പോകുന്ന രീതിയിൽ അത്ര വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിനി അരയ്ക്കാം. അപ്പോൾ ചേമ്പ് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമുള്ള തേങ്ങ ചിരകിയെടുക്കാം. കൂട്ടാനിലേക്ക് വേണ്ട കൂട്ടാണ് ഇനി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു മുറി തേങ്ങ എടുത്ത് ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക്, പിന്നെ പച്ചമുളകാണ് വേണ്ടത്. ഇതിൽ എൻ്റെ മക്കൾ ചെറുതായ കാരണം ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ 2-3 പച്ചമുളകൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളെടുത്തിട്ടുള്ള ഈ കൂട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ്? തേങ്ങ, കുരുമുളക്, ജീരകം, പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ എടുക്കാം. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ 1 മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ മോര് നമുക്ക് ഒഴിക്കാം. എല്ലാവരും ഇത് അരച്ചൊഴിച്ചതിന് ശേഷമൊക്കെയാണ് മോര് ചേർക്കുക. പക്ഷെ ഞാൻ ഇത് അരയ്ക്കുമ്പോൾ തന്നെ ഇതിലേക്ക് മോര് ചേർക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മളിതിലേക്ക് മോരൊഴിച്ചു. നമ്മളിതെല്ലാം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുത്തിട്ട് വരാം. ചേമ്പ് കുക്കറിൽ വേവിച്ചതാണ്. അത് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതിലേക്ക് തിളക്കട്ടെ. മോരുകറി സ്വതവേ എന്താ പറയുക, മോരൊഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കില്ല എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഞാൻ തിളപ്പിക്കാറുണ്ട്, അങ്ങനെയാണ് വയ്ക്കാറുള്ളത്. നമ്മുടെ മോരുകറി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വറുത്തിടണം. വറുത്തിടാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടാൻ നോക്കട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇടാം. ഇതിനും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം, കുറച്ച് വറ്റൽമുളക്. നമുക്കിത് കറിയിലേക്ക് ആക്കാം. നമ്മുടെ നല്ല നാടൻ ചേമ്പ് ഉപയോഗിച്ചിട്ട് നല്ല മോരുകറി റെഡിയാക്കി.